ചിന്താന്നെഴുതി. ചിന്താന്നെഴുതിയിട്ട് വള്ളിയിടുന്ന അക്ഷരം മാറിപ്പോയ അർത്ഥം മാറിയില്ലേ? വള്ളിയിടുന്ന അക്ഷരം മാറി അർത്ഥം മാറി. ആ അർത്ഥം മാറി വള്ളിയിട്ടതിൻ്റെ ദുരന്തം ഞാനൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞുതരാം. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു മലയാളിയായ, ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വിമോചന പ്രവർത്തകയുണ്ട്, മനുഷ്യാവകാശ പ്രവർത്തകയുണ്ട്. അവരുടെ പേര് ദയാഭായി എന്നാണ്. കേട്ടിട്ടുണ്ടോ? സ്ത്രീകളാരും കേട്ടിട്ടില്ല? ദയാഭായി. അവർ കാസർഗോഡുള്ള എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നിരാഹാരം കിടന്ന വാർത്ത നിങ്ങൾ വായിച്ചോ? ആ വാർത്ത വരുമ്പോൾ ഞാൻ ചെറുപ്പക്കാരുടെയും യുവാക്കളുടെയും കുട്ടികളുടെയും എല്ലാം, കോളേജ് വിദ്യാർത്ഥികളുടെ എല്ലാം പ്രൊഫൈൽ നോക്കി, ഫേസ്ബുക്ക് നോക്കി, വാട്സപ്പ് നോക്കി, എല്ലാറ്റിലും ഒന്നിൽ പോലും ദയാഭായിയെ പറ്റി ഒരക്ഷരമില്ല, ഒരു കമൻ്റില്ല, ഒരഭിപ്രായമില്ല, ആരും പറഞ്ഞില്ല. കാരണം അവർ നല്ല ചിന്തയുള്ള സ്ത്രീയാണ്, ചിന്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന സ്ത്രീയാണ്. അവരെ മൈൻഡ് ചെയ്തില്ല കേരളത്തിലെ യുവാക്കൾ. ഒരു ചെറുപ്പക്കാരൻ അവരുടെ ബാഗും 17,000 ഉറുപ്പിയും പാസ്പോർട്ടെല്ലാം വെച്ച ബാഗ് എടുത്തിട്ട് ഓടിക്കളഞ്ഞു. മന്ത്രിമാർ പോയി ഇടപെട്ട് അവരുടെ പ്രശ്നം തീർത്തു. പക്ഷെ ഞാൻ അത്ഭുതപ്പെടുന്ന അതല്ല, 2 മാസം കഴിഞ്ഞപ്പോൾ മറ്റൊരു സ്ത്രീ കൊച്ചിയിൽ വന്നു. ആ സ്ത്രീയെ കാണാൻ വേണ്ടി കേരളത്തിലെ 2 ലക്ഷം ചെറുപ്പക്കാർ വണ്ടി പിടിച്ചിട്ട് അവിടെ വന്നു. അവരുടെ ചിന്തയുടെ ഒരു തെല്ല് ഒരു മാധ്യമത്തിലോ ലേഖനത്തിലോ ചാനലിലോ ഇതുവരെ പറയുന്നത് കേട്ടിട്ടില്ല. പക്ഷെ പിന്നെ എന്തെന്ന് കാണാനാ പോയെ? ചിന്തേൻ്റെ അക്ഷരം മാറ്റിയിട്ടിട്ട് കുലുക്കി നൃത്തം ചെയ്യുന്ന സണ്ണി ലിയോണിനെ കാണാനാ പോയെ. അപ്പോൾ കേരളത്തിലെ ചെറുപ്പക്കാർ ചിന്തക്കാണോ ചന്തിക്കാണോ പ്രാധാന്യം കൊടുക്കുന്ന? നിങ്ങൾ ആലോചിക്കുക. ഇതാ വിഷയം. വെക്കേണ്ട സാധനം വെക്കേണ്ട അടുത്ത് വെക്കണം.